മഹാപുരുഷരണം അരുണാചലേശ്വരായ നമ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ ആ മഴ പെയ്തു എന്ന് പറയുന്ന ആ ക്ഷേത്രം ഇവിടെയാണ് കേട്ടോ. ഒരു അമ്മൻകോവിൽ, അതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നു. ഈ ക്ഷേത്രമായിരുന്നു. അവിടെ നിന്ന് നമ്മൾ പ്രദക്ഷിണമായിട്ട് ഗിരിവലത്തിലൂടെ വണ്ടിയിൽ പോവുകയാണ്. അപ്പോൾ ഇത് കഴിയുന്നത്ര കാണിക്കാവുന്നതാണ്. ഞങ്ങൾ വന്ന വഴിയിലിപ്പോൾ തൊപ്പിയമ്മേനെ കണ്ടില്ല. ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് മഴ പെയ്തപ്പോൾ അവിടെ ഇരുന്നായിരുന്നു വിനായകർ കോവിൽ. ഇവിടെ ഇത് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വായുലിംഗത്തിൻ്റെ അടുത്തെത്തും. വായുലിംഗം എന്ന് പറയുമ്പോൾ വടക്ക് പടിഞ്ഞാറേ മൂല വായുലിംഗം. ഇത് മൈക്കൊന്നും ഇല്ലാണ്ട് എടുക്കുകയാണ് കേട്ടോ, ഡയറക്റ്റ് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ സൗണ്ടിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ക്ഷമിക്കുക. രാവിലെ ഇവരൊക്കെ എനിക്ക് തോന്നണം ഇപ്പോൾ 8 മണിയാകുമ്പോൾ 6 മണിക്ക് തുടങ്ങിക്കാണും ഈ ഗിരിവലം ഇവിടം വരെ എത്തുന്നത്. 7 കിലോമീറ്റർ മേലെ നടന്നു കഴിഞ്ഞപ്പോൾ 7-8 കിലോമീറ്ററിൻ്റെ അടുത്താണ് ഈ ആൾക്കാർ നടക്കുന്നത്. ഈ ഭാഗത്ത് 6 മണിക്കെങ്കിലും തുടങ്ങിക്കാണും. ഒരു വല്ലാത്ത അനുഭവമാണ് കേട്ടോ ഗിരിവലം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ചെയ്യണം. കഴിയുന്നതും വൈകിട്ട് 5 മണിക്ക് ശേഷമാണെങ്കിൽ നന്നായിരിക്കും. വായുലിംഗം ക്ഷേത്രം ഇതാണ് കേട്ടോ, വായുലിംഗം. ഇത് ഞങ്ങൾ ഇന്നലെ വരാനുണ്ടായിരുന്നത് ഇവിടെ നിന്നാണ്, ആ ദേവീക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നാണ്. ഇത് മൂക്കിപ്പടി സിദ്ധരുടെ ആശ്രമം ഇതാണ്. അദ്ദേഹം ഇല്ല, അദ്ദേഹം ഇതായി സമാധിയായി. ഇനി ഇതിനടുത്ത് തന്നെ മൗനസിദ്ധരും കാണും. മൗനസിദ്ധരുടെ ആശ്രമം ഇതിനടുത്തെങ്ങാണ്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ വന്നപ്പോൾ അവരിങ്ങനെ കാണിച്ചായിരുന്നു. മൗനസിദ്ധരുണ്ടാകും, പക്ഷേ അദ്ദേഹം ഡെയിലി ഗിരിവലത്തിന് പോകും. പക്ഷേ ആ ഗിരിവലത്തിന് പോകുന്നത് ഇങ്ങനെയല്ല, വേറെ ഇതിൻ്റെ അകത്ത് കൂടി ഒരു വഴിയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല, അത് ഫോറസ്റ്റിൻ്റെ കൺട്രോളിലാണ്. അങ്ങനെ കൂടിയാണ് അദ്ദേഹം ഗിരിവലം ചെയ്യുന്നതെന്നാണ് അറിവ്. ഏതായാലും ഗിരിവലപ്പാതയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ചൊവ്വാഴ്ച. ഗിരിവലപ്പാത ഇതാണ്. ഇവിടുത്തെ ഇത് കാണുന്നുണ്ടല്ലോ, ബോർഡ് എന്താണെന്നുള്ളത് കാണുന്നുണ്ട്. വായുലിംഗം. അത് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ റൈറ്റിലോട്ട് എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കോ ഭാഗത്തേക്ക് ടേൺ ചെയ്ത് ഇത് മല കാണുന്നു. തിരുവണ്ണാമല മല കാണുന്നത് നടുഭാഗം ആയിരിക്കും. അത് അതിൻ്റെ പൊക്കമുള്ള ഭാഗമായിരിക്കാം. ഒന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ ചില സമയത്ത് നമ്മളിത് ചെയ്യുമ്പോൾ ഇവിടെ സ്ഥലകാലബോധം നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ചന്ദ്രലിംഗമാണ് കേട്ടോ. ഇവിടെ ചന്ദ്രലിംഗത്തിൻ്റെ ക്ഷേത്രമാണ്. ഇവിടെ സൂര്യലിംഗം, ഇവിടെ ചന്ദ്രലിംഗം. അപ്പോൾ ചന്ദ്രലിംഗം എന്ന് പറയുമ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് മകരൻ രാശിയിലായിരിക്കും. മകരൻ രാശി ഭാഗമാകും അത്. മല, ഒരു ഭാഗത്ത് മല കാണുന്നു, ഇപ്പുറത്ത് ഗിരിവലപ്പാത കാണുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നടക്കുമ്പോൾ ഇന്നലെ ശ്രദ്ധിച്ചത് ദുർവാസാവിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്, ഗൗതമ മഹർഷിയുടെ ക്ഷേത്രമുണ്ട്. പക്ഷേ ആരും ദുർവാസാവ് മഹർഷിയുടെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് കൂടി ആൾക്കാർ പോകുന്നേ ഇല്ല. അവിടെ എന്താണ് ഇവിടുത്തെ പാരമ്പര്യ രീതികൾ എന്താണെന്ന് അറിയാത്ത കൊണ്ട് നമ്മൾ ആ ഭാഗത്ത് കൂടി അകത്തേക്ക് പോയില്ല. അതൊന്ന് അറിയിക്കുകയാണ് ഗൗതമ മഹർഷിയുടെ. അപ്പോൾ എനിക്ക് തോന്നണം ഈ സപ്തർഷികളുടെ അല്ലെങ്കിൽ 18 സിദ്ധന്മാർ അല്ലെങ്കിൽ സപ്തർഷികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഋഷീശ്വരന്മാരുടെ എന്തെങ്കിലും ക്ഷേത്രങ്ങൾ ഇവിടെ കാണണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഈ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വണ്ടി 33 കിലോമീറ്റർ സ്പീഡിലാണ് പോണത്. അപ്പോൾ ആ 33 കിലോമീറ്റർ സ്പീഡിലാണ് ഇത് കാണുന്നത്. മലയുടെ ഭാഗം കാണിക്കുന്നു. ചായ ബില്ലേനമ്മ
ഇവിടെ പ്രത്യേകമായിട്ടൊരു ഇടുക്കുപിള്ളയാർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് കേട്ടോ, ഒരു സ്ഥലമുണ്ട്. അത് പ്രത്യേകമായിട്ടൊരു വീഡിയോയിൽ കാണിക്കാം. ഇതൊക്കെ ഗിരിവലപ്പാതയിലൊരു 10 കിലോമീറ്റർ കഴിഞ്ഞ് കാണും. ഇനിയിപ്പോൾ കുബേരലിംഗത്തിൻ്റെ അടുത്താണ് നമ്മളെത്തുന്നത്. കുബേരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും വേണ്ടതാണ്. കാര്യം അദ്ദേഹമാണ് യൂണിവേഴ്സൽ ബാങ്കിൻ്റെ അധിപതി. സാമ്പത്തിക സ്രോതസ്സിൻ്റെ നമ്മുടെ ഭാരതീയ വിശ്വാസപ്രകാരം അധിപതി അദ്ദേഹമാണ്. അപ്പോൾ കുബേരലിംഗത്തിൻ്റെ അവിടെ നമ്മൾ കാണിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുക. തിരക്ക് തുടങ്ങി. സ്കൂൾ ദിനങ്ങളായതുകൊണ്ട് സ്കൂൾ ബസ്സുകൾ ഇതുകൂടാണ്ട് ഇത് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ റൈറ്റ് സൈഡ് കാണുന്നത് ഇടുക്കുപിള്ളയാർ എന്ന് പറയുന്ന ഇത്. ഇവിടെ ഈ കാണുന്നത് ഇതെന്താണെന്ന് പിന്നെ ഒരു വീഡിയോ ചെയ്യാം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ. ഇപ്പോൾ തൽക്കാലം ഗിരിവലത്തിൻ്റെ വഴിയിൽ പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് അപ്രധാനവുമായ കുറേയധികം ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. എല്ലാം ഒരേ രീതിയിലൊക്കെ കാണും. ഇവിടെ ഇത് കാണുന്നുണ്ട്, ഈ ബോർഡ് കാണുന്നത് കുബേരലിംഗം എത്താറായി. അതാണ് ഇങ്ങനെ ആ ഒരു സൈൻ ബോർഡ് കാണിക്കുന്നവർ കംപ്ലീറ്റ് ഗിരിവലപ്പാത കാണിച്ചിട്ട്. ഇവിടെ പിന്നെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 100-200 മീറ്റർ അല്ലെങ്കിൽ 300 മീറ്ററിലും വാഷ്റൂം സൗകര്യം പെയ്ഡാണ് കേട്ടോ. 10 രൂപയാണ്. അതിൻ്റെ അകത്ത് കാലെടുത്ത് വെക്കണമെങ്കിൽ 10 രൂപയാണ്. അത് സൗകര്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗുണമുണ്ട് ഇവിടെ. ഫ്രീ വെച്ചത് ആരെങ്കിലും മുമ്പിലിരുന്ന് 10 രൂപ വാങ്ങിക്കുന്നതാണെന്നും അറിയില്ല. എന്തോ ആകട്ടെ, അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. കുബേരലിംഗം ആരാണ് കുബേരലിംഗം? ഏങ്കാലും ചോയി ജല്ലവേ. ഇടുക്കുപിള്ളയാർ എത്തുന്നതിന് മുമ്പായിരുന്നു കുബേരലിംഗം എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ മിസ്റ്റർ നാരായൺജി ഉണ്ട് വണ്ടിയിൽ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു നമ്മളിപ്പോൾ വടക്ക് കിഴക്കേ മൂലയിലെത്തിയപ്പോൾ ഇവിടെ ഒരു ഈശാനലിംഗം കാണണം. അതറിയില്ല. തൽക്കാലം ഇവിടെ ഈ ഗിരിവലം ഈ വടക്ക് കിഴക്കേ മൂലയിലേക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകൾ സങ്കല്പം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.